നമ്മള് തജ്വീദിൽ 10ാമത്തെ ചാപ്റ്ററാണ് ജംഉൽ ഖുർആൻ. ഖുർആൻ ഒരുമിച്ച് കൂട്ടിയെ പറ്റി പറയുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ 23 വർഷങ്ങളിലെ ഘട്ടം ഘട്ടമായിട്ടാണ് അവതരിച്ചത്. ഒറ്റയടിക്കല്ല, 23 വർഷങ്ങളിലെ ഘട്ടം ഘട്ടമായിട്ട്. അപ്പോ ഖുർആൻ മുഴുവൻ നബിയുടെ കാലത്തിന്റെ വിവിധ വസ്തുക്കൾ എഴുതി വെച്ചിരുന്നു. മരത്തിലും പുല്ലുകളിലും ഒക്കെ എഴുതി വെക്കുന്നത് അങ്ങനെ എഴുതി വെച്ചിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അന്ന് അങ്ങനെ പലതരത്തുമായിട്ട് എഴുതി വെച്ച ഖുർആൻ അതെല്ലാം ഒരുമിച്ച് കൂട്ടിയതിനാണ് ജംഉൽ ഖുർആൻ എന്ന് പറയുന്നത്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം രാഷ്ട്രഭരണം ഏറ്റെടുത്ത അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖുമാണ്. റസൂലുള്ളാഹിക്ക് ശേഷം രാഷ്ട്രഭരണം ആരാണ്? അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖുമാണ്. അദ്ദേഹം ഖുർആൻ ഒറ്റ ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടി. ഓക്കേ, ഈ പ്രവർത്തനത്തിനാണ് ജംഉൽ ഖുർആൻ എന്ന് പറയുന്നത്. ഇതാണ് ജംഉൽ ഖുർആൻ. പിന്നെ ഉപകരണ കാലങ്ങളിലും അത് കഴിഞ്ഞ സുമർദ്ദങ്ങളുണ്ടായിരുന്നു. ഒക്കെ നായകന്മാരെ പേരുകളൊക്കെ അധീനരൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. ഒക്കെ ആണ് ഈ കാലഘട്ടത്തിൽ മൂന്നാം ഖലീഫ ഈ മുസ്ഹഫ് അതായത് അബൂബക്കർ ഒരുമിച്ച് കൂട്ടിയിട്ട് ഗ്രന്ഥമാക്കിയ ഖുർആനിലെ ആ ഖുർആൻ പല കോപ്പികളായി പകർത്തിയിരുന്നു. പല കോപ്പികളായിട്ട് വേറെ വേറെ കുറെ കോപ്പി ആയിരുന്നു. എന്നിട്ട് ഈ കോപ്പികള് കൂഫയിലേക്ക് കൊടുത്തു വെച്ചു, ബസ്രയിലേക്ക് കൊടുത്തു വെച്ചു, ഷാമിലേക്ക് കൊടുത്തു വെച്ചു, മക്കയിലേക്ക് കൊടുത്തു വെച്ചു. ഓക്കെ, കൂഫ, ബസ്ര, ഷാം, മക്ക 4 മുസ്ലിം പട്ടണങ്ങളെ കൊടുത്തു വെച്ചു. അതുപോലെ തന്നെ ഒരു കോപ്പി മദീനയിൽ സൂക്ഷിച്ചു, ഭരണം നടത്തുന്ന മദീനയിൽ സൂക്ഷിച്ചു. പിന്നെ ഒരു കോപ്പി സ്വന്തം ഉപയോഗത്തിന് വെച്ചു. ഇങ്ങനെ പട്ടണങ്ങൾ ഓർത്തോളം കൂഫ, ബസ്ര, ഷാം, മക്ക, പിന്നെ ഒന്ന് മദീനയിൽ ഒന്ന് ഉസ്മാൻ സ്വന്തമായിട്ട് ഉപയോഗിച്ചു. ഇങ്ങനെ വെച്ചു. ഈ മുസ്ഹഫാണ് മുസ്ഹഫ് ഉസ്മാൻ. ഈ കോപ്പികൾക്കാണ് മുസ്ഹഫ് ഉസ്മാനി മുസ്ഹഫുകൾ എന്ന് പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ മുസ്ഹഫുകളും ഈ ഉസ്മാനി മുസ്ഹഫുകളുടെ പകർപ്പാണ്. അതിന്റെ പകർപ്പായിട്ട് അതേ രീതിയിൽ തന്നെ വന്നതാണ് ലോകത്തിൽ നിന്നുള്ള എല്ലാ മുസ്ഹഫും. അത് മാത്രമേ പറ്റൂ. പിന്നെ ഖിറാഅത്ത് മുസ്ഹഫുകളുടെ ഓരോ കോപ്പിയോടൊപ്പം തന്നെ ഖിറാഅത്ത് നന്നായിരിക്കുന്ന ഇമാമുകളെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ കോപ്പിയോടെ രാജ്യത്ത് കൊടുത്തയച്ചപ്പോ ആളുകളിൽ കൊടുത്തയച്ചപ്പോ ഒരു ഖിറാഅത്ത് നന്നായിരിക്കുന്ന ഒരു ഇമാമിനെയും ഈ മുസ്ഹഫുകൾ അനുസരിച്ച് മാത്രമേ ഖുർആൻ പറയാൻ പാടുള്ളൂ എന്ന് അന്ന് തീരുമാനിച്ചു. അന്ന് ഉണ്ടായിരുന്ന സ്വഹാബികൾ മുഴുവൻ ഒരുമിച്ച് തീരുമാനിച്ചതാണ്. അല്ലെങ്കിൽ മുഴുവൻ സ്വഹാബികൾ ഒരുമിച്ച് തീരുമാനിച്ചു ഇങ്ങനെ ഓതാവൂ എന്ന് തീരുമാനിച്ചു. ഇതേ ഓതാവൂ. അവർ എത്ര പേരുണ്ട്? 12,000 പേരുണ്ടായിരുന്നു. അന്ന് സ്വഹാബികൾ അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ 12,000 പേരുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചതാണ്. ഇനി ഇതിന്റെ കാര്യങ്ങൾ മുസ്ഹഫിനെ കുറിച്ച് പറയുന്നതാണ്. ഈ മുസ്ഹഫ് അടിസ്ഥാനമാക്കിയ പ്രസിദ്ധമായ 10 കാര്യങ്ങൾ ഖുർആൻ ലോകത്ത് പരിചരിച്ചത് 10 കാര്യങ്ങളുണ്ട്. അത് അടുത്ത പാഠത്തിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ആ 10 കാര്യങ്ങളും ലോകത്തിന് പ്രചരിപ്പിച്ച് ഇതനുസരിച്ചാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നവരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഇരുവരുടെ കാലത്തും മുസ്ഹഫ് എഴുതി നേതൃത്വം വഹിച്ചത്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ ഒരുമിച്ച് കൂട്ടി എഴുതാനും അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അതിന്റെ കോപ്പികൾ എഴുതാനും നേതൃത്വം വഹിച്ചത് അദ്ദേഹമായിരുന്നു. മറന്നു പോകരുത്. ഓക്കെ, ഖുർആൻ മറക്കുക അതിനെപ്പറ്റി പിന്നെ പറയുന്നത് ഖുർആൻ പഠിച്ച മറന്നത് വലിയ തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അപ്പൊ ഖുർആൻ ഉണ്ടാകുന്നത് മറന്നു പോകാൻ പാടില്ല, പഠിച്ച ഓർമ്മ ഉണ്ടായിരിക്കണം. അപ്പൊ മറക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മള് പഠിപ്പിച്ച ദുആ അത് ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്തു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഈ ദുആ റിപ്പോർട്ട് ചെയ്ത് ഈ ദുആ പഠിച്ചു വെക്കുക, എന്നിട്ട് ദുആ എടുക്കുക, എന്നിട്ട് ഖുർആൻ പഠിക്കുക, ഹിഫ്ളാക്കിയവർക്ക് ശ്രദ്ധിക്കാം. ഇപ്പൊ ഖുർആൻ മറക്കാതിരിക്കാതെ ദുആ അല്ലാഹുമ്മ നബ്ബിനി കിതാബിക വസരി വഅഖിറത് ബിഹി ലിസാനി വസ്റഹ് ബി സദ്രി വസ്തഅൻ ബിഹി സദ്രി ബിഹൗലിക വഖുവതിക വഇന്നഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക. ഈ ചോദ്യം പലപ്പോഴും വരാറുണ്ട്. ഓരോ വരിയായിട്ട് ഇങ്ങനെ പഠിച്ചു പോവാ, ഓരോ വരിയായിട്ട് ഇങ്ങനെ പഠിച്ചാൽ പോയാൽ മതി. എന്നിട്ട് മൊത്തം നല്ലതായി പഠിക്കും കേട്ടോ. പിന്നെ ഇതിന് സഹായമായ ബൈത്ത് ഇതും ചോദ്യത്തിൽ ഉണ്ടാവാറുണ്ട്, പലപ്പോഴും ഉണ്ടാവാറുണ്ട്, പല എക്സാമുകൾക്കും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി പഠിക്കുക. കലാം ഖദീമുല്ലാഹി വൽ സവാഹു തനസ്സ അൻ ഖൗലി വഫിഇലി വനിയതി ബി യഷ്തബു ബി التومين واللداء والوروح دليل لقلبي عند جهلي وحيرتي ويا رب متعني بسبح حروفي ولبر به قلبي وسمعي ومقلتي. ഈ വീഡിയോ പഠിച്ചുക ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ്